ഇത് സാധാ പപ്പടമല്ല, ഇന്ന് കറികൾ കുറവായത് കൊണ്ട് ഒപ്പിച്ചതാട്ടോ. അപ്പം മേടിച്ചോണ്ട് വന്നോണ്ടിരുന്നത് അപ്പം ഓർക്കുണ്ടോന്നറിയില്ല. മേനകയില് ഈ പനിയൊക്കെ വരുമ്പോഴൊക്കെ ഇത് കടിച്ചു കൂട്ടാനായിട്ട് എണ്ണയുടെ പ്രശ്നവും അതിനകത്ത് വരുന്നില്ല. ഇപ്പൊ കേട്ടോ, ഞാൻ എന്തോ വീതം മേടിക്കാറില്ല ഉള്ളൂടാ. എന്നാ ഒളിഞ്ഞു നോക്കണേ അമ്മയുടെ ചെരുപ്പാ. ഇന്ന് നമ്മൾ ചുടാൻ പോണ ഒരു വെറൈറ്റി പപ്പട. എന്നാ പറയാത്ത പപ്പടത്തെ കുറിച്ച്? വേറെ വർത്താനം പറയല്ലേ, പെപ്പർ പപ്പട. പെപ്പർ പപ്പട കേട്ടോ. കഞ്ഞിക്കാണ് നല്ലത്, പക്ഷെ ചോറ എടുത്തേക്കണം. പിന്നെ ചുമ്മാ തിന്നാൻ നല്ലതാട്ടോ. ഓയിൽ ഫ്രീ. ഓയിൽ ഫ്രീ. ചുടുവാണ് തവയില്. നമ്മുടെ ഷൈനി സ്റ്റോഴ്സിലെ തവയാ. നന്നായിട്ട് പൊള്ളക്കുണ്ടല്ലേ. ആദ്യത്തെ തവ പഴയതായി കഴിഞ്ഞപ്പോ ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചതാട്ടോ. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടോ? ചിലത് ചോദിക്കാറുണ്ട് പേരുണ്ടോ ഇതിന്. ഇല്ല, ഞാനിത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ കണ്ടത് എന്റെ കൊച്ചപ്പന്റെ ഉള്ള പഴയൊരു കൊച്ചമ്മച്ചിയുടെ എടുത്താ ഏറ്റവും ആദ്യം കണ്ട. കുഞ്ഞുമ്മയുടെ അടുത്ത് കണ്ടപ്പോ കുഞ്ഞുമ്മ എല്ലാ കടയിലും കിട്ടുമെന്ന് പറഞ്ഞ. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോ മുളന്തുരുത്തില് നോക്കിയപ്പോ ഷൈൻ സ്റ്റോഴ്സിൽ ഉണ്ടായിരുന്നു വർഷങ്ങൾ മുമ്പ് ആദ്യത്തെ. എന്നിട്ട് പിന്നെ അത് മോശമായി കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ ചെന്നപ്പോ അവര് പറഞ്ഞു ഇപ്പൊ ഇങ്ങനത്തെ വരവില്ല ചേച്ചി. ഭാഗ്യത്തിന് 2-3 അവിടെ ഉണ്ടായിരുന്നു. ഒരെണ്ണടുത്തോണ്ട് വന്ന വലിയ വിലയൊന്നുമില്ല, കൊച്ചേ 100 ഏതാണ്ട് വിലയുള്ളൂ. ലോക്കൽ കടകളിൽ ഒരിടയ്ക്ക് ഇതിന്റെ ഭയങ്കര ഇതായിരുന്നു. പ്രത്യേക പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ പപ്പടം ചൂടുന്ന തവയെന്നാ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു തന്നത്. ഇങ്ങനെ കുഞ്ഞമ്മയൊക്കെ ഇപ്പൊ മരിച്ചു പോയിട്ട് വർഷങ്ങളായി. 3-4 കൊല്ലായി. ചാച്ചനും പോയി, കുഞ്ഞമ്മ. നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. ഒരെണ്ണം ഇങ്ങനെ തരുമോ തിന്നാൻ? ചൂടാണല്ലോടി. ആ എങ്ങനെയുണ്ട്? നല്ലാണോ? അവസാനത്തെ ചുട്ട് തീർത്തു. അപ്പൊ അതേ പെപ്പർ പപ്പട അല്ല, പെപ്പറല്ലേ. 2 പപ്പടം ഇവിടെ കൊണ്ടുവന്നോണ്ട് ഏതാന്ന് ഇപ്പൊ രാത്രിയിൽ ഇത്ര ആയതുകൊണ്ട് ഒരു മറന്നു സംശയം. 2 നല്ല അല്ല. അപ്പൊ പറഞ്ഞു പെപ്പർ നല്ല രസമായി. പനിയൊക്കെ വരുമ്പോ മഴക്കാലത്ത് പൊതുവെ പനിക്കാലാണല്ലോ. അതെ 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 നല്ലാന്ന് പറഞ്ഞു. കഞ്ഞിയുടെ ഒപ്പം അപ്പൊക്കെ എന്നാന്നോ കേക്കണ്ട, ചെറിയൊരു ജലദോഷം ഉണ്ടാവും. മരക്കൊമ്പ് വെട്ടിയിപ്പോ ആ മഴയത്ത് ഞാൻ പറഞ്ഞില്ലേ കൂടെ ഇപ്പായിരുന്നു. എനിക്ക് പിടിപെട്ടിട്ടില്ല, പിടിപെടുവോന്നൊന്നും അറിയില്ല കേട്ടോ. പെപ്പർ പപ്പട വായു. ഇത് ഞാൻ സ്മാർട്ട് ബസാറിന്ന് വാങ്ങിയതാ. അതെ അല്ലേ. റേറ്റ് നോക്കിയാലേ എനിക്ക് കണ്ണാടി വെച്ചാൽ അറിയാവുള്ളൂ. റേറ്റ് 38 രൂപ. 38 10 ഉള്ളൂ. പക്ഷെ നല്ല കേട്ടോ, നല്ലതാ, നല്ല പപ്പട. എടുത്തോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഡബ്ബയിലിടാം, അല്ലെങ്കിൽ തണുക്കും. ഇരിക്കും നമ്മുടെ ട്രഡീഷണൽ പപ്പട പാത്രമാണ് കേട്ടോ. ഞാൻ ഈ പാത്രം കണ്ടുകൊണ്ട് മമ്മിയില്ലേ, മമ്മി അന്നത്തെ കാലത്ത് മമ്മി പഞ്ചസാര ഇടാൻ വേണ്ടി ഒരെണ്ണം മേടിച്ചു. ഇങ്ങനത്തെ പഞ്ചസാര ഇടാൻ ഇടച്ചേക്കട്ടെ. കാണുമ്പോ എനിക്ക് കുട്ടിക്കാലം ഓർമ്മ വന്നെ ഈ പാത്രം കാണുമ്പോ. അന്ന് മുതലേ നമ്മള് പപ്പടം കാച്ചി ഇടണമായില്ല. അടച്ചേക്കട്ടെ. അടച്ചോ. എയർ ടൈറ്റാ. ഇനി തേങ്ങ ഇരണ്ട. പപ്പടം പൊടിക്കുവാണേ. സാധാരണ ഈ പപ്പടം ഞങ്ങൾ ഇങ്ങനെ പൊടിച്ച് തേങ്ങയിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ. ഊണിനാണ് മറ്റേ പപ്പടമാണ് സാധാരണ ചെയ്യാറ്. ഇതിപ്പോ ഇച്ചിരി എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്തിച്ച് തേങ്ങയുടെ ചിരണ്ടി അങ്ങ് പൊടിച്ച് ചേർക്കാം ഊണിന്. ചോറ് കഞ്ഞിക്കാട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ ഊണാ എടുത്തേക്കണത്. എന്നാലും പിന്നെ ഞങ്ങളങ്ങ് എടുത്തുള്ളൂ. നെക്സ്റ്റ് ഓർമ്മ. അതെ, പൊടിച്ച് കിടക്കുക. നല്ല രുചിയുണ്ട് കേട്ടോ തേങ്ങയുടെ കൂടെ. കോമ്പിനേഷൻ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല രുചിയാ. ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിയാട്ടോ ബെറ്റർ. ചോറിലും ബെറ്റർ കഞ്ഞിയാണ് മാത്രം. പക്ഷെ ഈ പപ്പടത്തിന് എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ കൂടെ മിക്സ് ചെയ്തപ്പോ നല്ല ടേസ്റ്റ്. അത് ഇച്ചിരി എടുത്ത് കഴിച്ചു. ഇച്ചിരുന്നൊക്കെ പോകും. ഫ്രഷ് തേങ്ങ ചിരണ്ടി ചേർക്കണം. തണുപ്പ് തേങ്ങയൊന്നും കൊള്ളില്ല. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ. അപ്പൊക്കെ എടുത്ത് വെച്ചതാട്ടോ. ഞാൻ എടുത്ത് വെച്ചതാ. ഇതിന്ന് നീ എടുത്തോ, എനിക്കിത് മുഴുവനൊന്നും വേണ്ട. ആ നല്ല രുചിയല്ലേ. തണുക്കാതെ കഴിക്കണം. അതെ, അതാ ടേസ്റ്റാ. 9:15. ഓക്കെ. അതിന്റെ അഭിപ്രായം മാത്രം പറഞ്ഞാൽ തേങ്ങ ഇട്ടിട്ട് എങ്ങനെയാന്നുള്ളത്. ഇത് സാധാ പപ്പടമല്ല, ഇന്ന് കറികൾ കുറവായത് കൊണ്ട് ഒപ്പിച്ചതാട്ടോ.
പെപ്പർ പപ്പടം ചുട്ടത്. ഓ ശരി. കറി കഞ്ഞിയല്ല, കഞ്ഞിയായിരുന്നു വേണ്ടതെന്ന് ഞാൻ ഇവളോട് പറഞ്ഞു. പെപ്പർ പപ്പടം ചുട്ടതും തേങ്ങയിട്ടതും എങ്ങനെയുണ്ടെന്ന് നോക്കി. അല്ല ഇത് ഇവിടെ അപ്പച്ചന് മുമ്പ് മേടിക്കാറുള്ളതാണ് ഈ പെപ്പർ പപ്പടം. മേടിച്ചുകൊണ്ട് വരാൻ തപ്പമുണ്ട്. അത് ഒരുപാട് വലുതായിരുന്നു അല്ലേ? അല്ല അത് പല സൈസുണ്ടോ? അപ്പം മേടിച്ചുകൊണ്ട് വന്നോണ്ടിരുന്നത് അപ്പം ഓർക്കൊണ്ടൊന്നുമില്ല. മേനകയില് വിനീത ബേക്കറി ഉണ്ടോ? എന്നിട്ട് അപ്പച്ചന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര വലിപ്പം. എന്നിട്ട് പറയും പ്ലേറ്റിന്റെ അത്രയും വലുതാണ്. വളരെ നല്ലതാണ്. തേങ്ങ എങ്ങനെയുണ്ട്? തേങ്ങ ആവശ്യമില്ല ശരിക്കും. ആവശ്യമില്ല, എനിക്ക് തോന്നിയായിരുന്നു. ഇത് ഈ പനിയൊക്കെ വരുമ്പോഴൊക്കെ ഇത് കടിച്ചു കൂട്ടാനായിട്ട് നല്ലതാണ്. തന്നെയല്ല ഇത് കാച്ചുമല്ല ചുടുമല്ല ചെയ്യുന്നത്. അപ്പൊ എണ്ണയുടെ പ്രശ്നവും അതിനകത്ത് വരുന്നില്ല. തേങ്ങ ഇടേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞോ. തേങ്ങ ഇട്ടാൽ അതിന്റെ ശരിയായ രുചി നമുക്ക് കിട്ടുകയില്ല. എന്തായാലും വളരെ നല്ലൊരു പപ്പട. കുരുമുളകിന്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. കഞ്ഞിക്ക് അതൊരു നല്ല കോമ്പിനേഷനാണ്. മഴയും കൂടെ പെയ്യണം. അതെ അതെ. എന്തായാലും മുളക് പപ്പടം പണ്ടുപോലെ നമ്മൾ മേടിക്കാറുള്ളതാണ്. വളരെ നല്ലതാണ്. എല്ലായിടത്തും കിട്ടൂല, അതാണ് ഒരു പ്രശ്നം. എല്ലായിടത്തും കിട്ടൂല. അത് മാത്രമല്ല കിട്ടുന്നത് തന്നെ ഫ്രഷ് ആണോന്ന് നിർബന്ധമില്ല. ദിവസങ്ങളോളം ഇരുന്നതായിരിക്കും ചിലപ്പോൾ. ഇത് പഴയതായി കഴിഞ്ഞാൽ മഹാപോറാണ്. എന്തായാലും ഒരു നല്ല പപ്പടമാണ് മുളക് പപ്പടം. പല ഫ്ലേവേഴ്സ് ഉണ്ട്. കുരുമുളകുണ്ട്, പിന്നെ വേറെ ഏതാ ഉള്ളത്? ഇത് കുരുമുളകാ, പിന്നെ ഉള്ളത് മുളക്. കുരുമുളകാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്കും തോന്നുന്നുണ്ട്. മുളക് എടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കും അത് ഒന്ന് പരീക്ഷിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കുരുമുളക്, മറ്റേ മുളകിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. കുരുമുളക് നല്ല ബെസ്റ്റാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അമ്മയുടെ പപ്പടം ചുട്ടത് മീൻ എടുത്തില്ല അല്ലേ? എനിക്ക് വേണ്ട. മോരുകാച്ചിന്റെ ചാറുണ്ട്, മീനിന്റെ ചാറുണ്ട്. കഷ്ണം വേണ്ട. വൈകിട്ടല്ലേ അടുപ്പിച്ച് മീൻ കഴിച്ച് ശരിയാവില്ല. അത് ശരി. പപ്പടം ഉണ്ടോ മതി, ധാരാളം. ഞാൻ ഇതിലൊക്കെ സാറ്റിസ്ഫൈഡാ. എന്നാ അവിടെ പോയിരുന്ന് കഴിച്ചോ. അപ്പൊ സ്പൂണ് കൊണ്ടൊക്കെ മീൻ നല്ല അസാധ്യമായിട്ട് കഴിച്ചു. അത് ഞാൻ കാണാറുണ്ട്. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ നുറുക്കുമീനല്ലേ സാധാരണ മേടിക്കാറപ്പോ കുറച്ച് ദിവസമായിട്ട് നുറുക്കുമീൻ അങ്ങനെ കിട്ടണില്ല. അതെ അതെ അതെ. ഇപ്പൊ ചാറയ്ക്ക് ഭയങ്കര മുള്ളല്ലേ, അപ്പൊ എടുക്കണ ഞാൻ കാണാറുണ്ട്. ഉച്ചക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഈ വറുത്തത് വരാണ്ടൊക്കെ അങ്ങനെ ചെയ്ത് എടുക്കണം. അപ്പൊ കഴിക്കട്ടോ. എന്റെ ഡിന്നറിന്ന് വ്യത്യസ്ത. ഓട്സ് ഓംലെറ്റും ബ്രെഡ് സാൻഡ്വിച്ചും പനീർ സോട്ട് ചെയ്തത്. കേട്ടോ, ഞാൻ എന്തോ വീതം മേടിക്കാറുണ്ട് ഇവിടെ. പ്രോട്ടീനാ. എൻ്റെ ഡിന്നർ എന്തൊക്കെയാണെന്ന് കണ്ടോ. ദേ ഇരിക്കുന്നത് ഓട്സ് ഓംലെറ്റ് ആണ് കേട്ടോ. അത് വളരെ ഡിലീഷ്യസ് ആണ്. ഞാനാണ് അവിടെ ഇത്തിരി കഴിച്ചു നോക്കിയേക്കണേ കേട്ടോ. ദേ ഇരിക്കുന്നത് നമ്മുടെ ബ്രെഡ് ടൊമാറ്റോ സാൻഡ്വിച്ച് ആണ്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് പനീർ ചുമ്മാ നെയ്യിൽ സോട്ട് ചെയ്താണ് കേട്ടോ. ഈ ടൊമാറ്റോ സാൻഡ്വിച്ച് അടിപൊളിയാതെ നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മുടെ ചെഡാർ ചീസില്ലേ, അതായത് നമ്മുടെ മോസറില്ല ചീസ്, അത് കുറച്ച് ടോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചീസ് മൊത്തം നമ്മൾ ഒരു സ്ലൈസായിട്ട് വെക്കുമ്പോൾ അത് കഴിച്ചു എന്നുള്ളൊരു വിഷമം നമുക്കുണ്ടാവില്ല. എന്നാൽ ചീസിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. അതാണ് സംഭവം കേട്ടോ. പിന്നെ പെപ്പറും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആണ് അത് മാത്രം കഴിച്ചാലും. പിന്നെ ഞാനൊരു ഓട്സ് ഓംലെറ്റ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പനീർ സോട്ട് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഡിന്നർ ഇതാണ്. ഇനി ഞാൻ കഴിക്കട്ടെ. എന്നാ ഒളിഞ്ഞു നോക്കണേ. മഴ പകലൊന്നും പെയ്തില്ലല്ലോ. അപ്പയും വന്നോ അവിടെ. വെള്ളം വീണ് നോക്കാനാ എല്ലാ ലൈറ്റും ഇടാമ. പ്രപഞ്ചമയം അല്ല, എന്നിട്ട് കെടുത്തി വെക്കാം. അപ്പൊ പോവാ. മഴയുടെ ശബ്ദം. മൊത്തം ലൈറ്റ് ഇട്ടമ്മ. 1 2 3 4 ലൈറ്റ് നോക്കിക്കേ. ഇതൊന്ന് 2 3 4. പിന്നെ എന്നാ വേണം? പക്ഷെ നല്ല തണുപ്പ് കാറ്റാ.
അമ്മയുടെ ചെരുപ്പാണ്. അമ്മയുടെ ചെരുപ്പ് അമ്മ നോക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള നനഞ്ഞ വടിയതാ.